അപ്പോൾ ഇന്നൊരു ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ കോയമ്പത്തൂരുള്ള ഇഷ ഫൗണ്ടേഷൻ കാണാൻ പോവുകയാണ് നമ്മൾ. കോയമ്പത്തൂർ ടൗണിൽ നിന്നിട്ട് ഒരു 30 കിലോമീറ്റർ അകത്തേക്കാണ് ഈ ഒരു ഇഷ ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത്. 1992 ശ്രീ സദ്ഗുരു ജഗി വാസുദേവ് എന്ന വ്യക്തിയാണ് ഈ ഇഷ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. കോയമ്പത്തൂരിൽ ഇഷ യോഗ സെന്റർ ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ഇഷ ഫൗണ്ടേഷൻ ഇവിടെ സ്ഥാപിച്ചത്. ഇഷ എന്ന് പറയുന്നത് തന്നെ ഒരു ഫോംലെസ് ഡിവൈൻ എന്നതാണ് മീനിങ്. ഒരുപാട് സ്കൂൾസും ഈ ഒരു ഇഷ ഫൗണ്ടേഷന്റെ കീഴിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇഷ ഫൗണ്ടേഷന്റെ കവാടത്തിന്റെ മുന്നിലാണ്. 2 വഴികളാണ് നമ്മുടെ ഇഷ ഫൗണ്ടേഷനിലേക്ക് ഉള്ളത്. ഒന്ന് ഈ വഴിയും വേറെ ഒന്ന് ഡയറക്റ്റ് തന്നെ നമുക്ക് ഇഷ ആശ്രമത്തിലേക്ക് കടക്കാനുള്ള വഴിയുമാണ്. പക്ഷെ വാഹനം കൊണ്ടുവരുന്നവരാണെങ്കിൽ ഈ വഴി നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ വഴി പോയാലാണ് നമുക്ക് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ളത്. നമ്മളിപ്പം ഡയറക്റ്റ് ഇഷ ആശ്രമത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ നമ്മൾ വീണ്ടും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ വരേണ്ടി വരും. അപ്പം ഏറ്റവും നല്ലത് വാഹനം കൊണ്ടുവരുന്നത് ഈ വഴി പോയിട്ട് വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ തന്നെ നമുക്കൊരു 20 മിനിറ്റ് നടന്നാൽ മതിയാവും നമ്മുടെ ഇഷ ആശ്രമത്തിലേക്ക്. അപ്പം ഈ ഒരു ഇഷ ഫൗണ്ടേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ് സർവീസും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഒരു 9 മാസത്തിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാനും പാരസും കൂടിയിട്ട് എവിടെയെല്ലാം വന്നത് നമ്മുടെ ഇഷ ഫൗണ്ടേഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എൻ്റെ ബ്രദറും പിന്നെ കസിൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് ഇഷ കാണിക്കാലോ വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് കാണാം. ഇവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇഷ ഫൗണ്ടേഷനിലേക്ക് പോവാം. അപ്പം ഇവിടെ ഒരു ചെറിയൊരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. മുന്നേ ഈ ഒരു കൗണ്ടർ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം കോവിഡ് പ്രോട്ടോകോളിന്റെ പ്രകാരമാണ് ഇങ്ങനെ ഒരു കൗണ്ടർ വന്നിട്ടുള്ളത്. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ പേരും ഫോൺ നമ്പറും കൊടുക്കുന്നു. അപ്പം ഇവിടുന്ന് ഒരു മെസ്സേജ് നമ്മളെ ഫോണിലേക്ക് വരും. അത് നമ്മൾ ഇനിയത്തുറ എൻട്രൻസിൽ അത് കാണിച്ചിട്ട് പെർമിഷൻ വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇഷ ഫൗണ്ടേഷനിലേക്ക് കിടക്കുന്നത്. അതിയോഗി ശിവ സ്റ്റാച്യു എന്നതാണ് ഈ ഒരു സ്റ്റാച്യൂയുടെ പേര്. ഈ ഒരു സ്റ്റാച്യു 2017 ഫെബ്രുവരി 27 നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്ര മോദി വന്നിട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. 112 അടി ഹൈറ്റും 142 അടി വീതിയുമാണ് ഈ ഒരു സ്റ്റാച്യു ഉള്ളത്. ഈ ഒരു സ്റ്റാച്യുവിനെ കുറിച്ചിട്ട് നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു സ്റ്റാച്യു നമ്മളെ യോഗയിലേക്ക് ഇൻസ്പയർ ചെയ്യും അതേപോലെ പ്രൊമോട്ട് ചെയ്യും എന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ അതിയോഗി എന്ന് പേര് വരാൻ കാരണം. ബിക്കോസ് നമ്മുടെ യോഗ ഫോം ചെയ്യുന്നത് തന്നെ ലോർഡ് ശിവനാണ്. സോ അതിനെ ബേസ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റാച്യു ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാച്യു ഫുള്ളി മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റാച്യൂടെ ഇവിടെ ഇങ്ങനെ രുദ്രാക്ഷമാല ഉണ്ടോ നിങ്ങൾ? ആ ഒരു രുദ്രാക്ഷമാല 1000കണക്കിലധികം രുദ്രാക്ഷങ്ങൾ കോർത്തുണ്ടാക്കിയ ഒന്നാണ് ആ ഒരു രുദ്രാക്ഷമാല. ദ വേൾഡ്സ് ബെസ്റ്റ് സ്കൾപ്ചർ എന്ന പേരും കൂടിയും ഈ ഒരു സ്റ്റാച്യൂനുണ്ട്. നമ്മുടെ ഗിന്നസ് റെക്കോർഡിൽ വരെ ഇടം നേടി പറ്റിയ ഒരു സ്റ്റാച്യു ആണ് നമ്മുടെ അതിയോഗി ശിവ സ്റ്റാച്യു എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇഷ ആശ്രമത്തിലേക്ക് പോവാം. അപ്പം നമ്മുടെ ശിവന്റെ സ്റ്റാച്യൂന്ന് ഈ ഒരു ഇഷ ആശ്രമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഒരു 20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ ആശ്രമം എത്തി. അല്ലാന്നുണ്ടെങ്കിൽ 2 മാർഗ്ഗമാണുള്ളത്. ഒന്നുകിൽ നമുക്ക് കാളവണ്ടി യൂസ് ചെയ്തിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് റിക്ഷയുണ്ട്. പക്ഷെ രണ്ടിനും ചാർജസ് ഉണ്ട്. 10 രൂപയാണ് 3 വയസ്സിന് മേലെയുള്ളവർക്കൊക്കെ ചാർജസ്. അപ്പം എൻ്റെ ബ്രദേഴ്സ് ഇവിടെ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ കോയമ്പത്തൂർ തന്നെ ആയതുകൊണ്ട് മിക്ക ഹോളിഡേയ്സിലും ഇവിടെ വരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്ന പ്രത്യേക ഒരു റിലാക്സേഷനാണ്. ഒരുപാട് ഫോറിനേഴ്സ് അതുപോലെ പുറത്തുള്ള കേരളക്കാർ കുറവാണ്. പക്ഷെ എന്നാലും പുറത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് 2-3 ദിവസം ഒക്കെ നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട് അധികം വന്നു കഴിഞ്ഞാൽ. പക്ഷെ അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ, നമ്മൾ കേരളക്കാരെന്താ ഇവിടെ വരാത്തത്. ചിലപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ തന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ബുക്കിംഗ് സിസ്റ്റം ഉണ്ട്, ഇവിടെ കോട്ടേജസ് ഉണ്ട്, നമുക്ക് താമസിക്കാൻ നോക്കി. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഹോളിഡേയ്സ് നല്ല ഒരു കാമായിട്ട് റിലാക്സ് ആയിട്ട് എൻജോയ്
എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കോട്ടേജസൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ മെയിൽ ഐ ഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുന്ന സമയത്ത് ചാർജസ് ഒന്നുമില്ല. വന്നു കഴിഞ്ഞാലാണ് അവരുടെ കോട്ടേജസിൻ്റെ ചാർജസും ഒക്കെ പേ ചെയ്യേണ്ടത്. അപ്പം വരാൻ താല്പര്യമുള്ളവർക്ക് വന്ന് പോകാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള കാം ആൻഡ് റിലാക്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഇഷ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ്സും അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് പിന്നെ അതുപോലെ ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും നമുക്ക് മൊബൈൽ പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് എനിക്ക് പല സ്ഥലങ്ങളും ഇവിടെ കാണിച്ചു തരാൻ പറ്റിയില്ല നിങ്ങൾക്ക്. കാരണം അവിടെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഈ കോവിഡ് പ്രോട്ടോക്കോൾ ആയതുകൊണ്ട് മുന്നേ വന്നപ്പം പോലും ഉണ്ടായ സ്ഥലങ്ങൾ പോലും ഇപ്പോൾ പ്രൊഹിബിറ്റഡ് ഏരിയ ആയിട്ടാണ് ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പല സ്ഥലങ്ങളും ഇതിനകത്ത് മിസ്സായി കാണിച്ചു തരാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. ഇത്രയും സമയം വെയിലത്ത് നടന്ന് ക്ഷീണം പിടിച്ചു കേട്ടോ. ഇപ്പം ഇവിടെ ഇങ്ങനെ ചെറിയൊരു തണൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെയെല്ലാം സൈഡിൽ ഷോപ്പുണ്ട് കേട്ടോ. ഷോപ്പുണ്ട്, പക്ഷേ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. മേ ബി ഈവനിങ്ങിലായിരിക്കും തോന്നുന്നു ഓപ്പൺ ചെയ്യുക. കാരണം നമ്മൾ മുന്നേ വന്നതെല്ലാം ഒരു ഈവനിങ് ടൈമിലായതുകൊണ്ട് ഈവനിങ്ങിൽ ഇത് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതിപ്പോൾ ഉച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയില്ല. ഇതിപ്പോൾ ഓപ്പൺ അല്ല. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടീൻ്റെ ഷോപ്പ് മാത്രമേ ഇപ്പം കറൻ്റ്ലി ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആശ്രമത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ പാരസിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാം കേട്ടോ. അപ്പം മൊബൈലൊന്നും യൂസ് ചെയ്യരുത്, സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വെക്കണം. മുന്നേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ ഒരു തെങ്ങിൻ തോപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാനത് മുന്നേ പോയ വീഡിയോ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പം ഇവിടെ ഒരു തെങ്ങിൻ തോപ്പൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ കണ്ടോ, ഇവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന കൗണ്ടറിൽ നമ്മൾ ഫോണ് അതുപോലെ ബാഗ് ചപ്പൽസും ഒക്കെ ഇവിടെ നമ്മൾ ഡംപ് ചെയ്തിട്ടാണ് ടോക്കൺ എടുത്തിട്ടാണ് നമ്മൾ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കയറാറുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരം എല്ലാം മാറിയിട്ടാണുള്ളത്. അപ്പം ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും മൊബൈൽ കടത്തി വിടില്ല. നമ്മൾ ഈ ആശ്രമത്തിൻ്റെ ആ ഒരു എൻട്രൻസിൽ തന്നെ നമ്മൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ബാഗിൽ നമ്മുടെ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതിയാവും. അപ്പം നമ്മുടെ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. പക്ഷേ എന്നിരുന്നാലും അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഗഭൈരവി എന്ന സ്റ്റാച്യൂയും ധ്യാനലിംഗ എന്ന് പറഞ്ഞ സ്റ്റാച്യൂ ആണുള്ളത്. അപ്പം ഈ ലിംഗഭൈരവി എന്ന് പറയുന്നത് ഒരു ഫെമിനിൻ ഡിവൈൻ ആസ്പെക്ട്സ് ആണ്. പിന്നെ ധ്യാനലിംഗ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഹെമിസ്ഫിയർ ആണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ശിവന്റെ ലിംഗം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് മെഡിറ്റേഷൻസും ഒക്കെ ചെയ്യാം. ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് ഏരിയ ആണത്. നമ്മുടെ പാദസരത്തിന്റെ സൗണ്ട് പോലും അവിടെ പാടില്ല. അപ്പൊ പാദസരമൊക്കെ ധരിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ അവർ പുറത്തു നിന്ന് നമ്മുടെ പാദസരമൊക്കെ അഴിച്ചിട്ട് അവിടെ കൗണ്ടറിൽ വെക്കും. അത്രയും സൈലന്റ് ആയിരിക്കണം ആ ഒരു ഹ്യൂജ് ഹെമിസ്ഫിയറിന്റെ ഉള്ളിൽ നമ്മൾ കയറിയാൽ ഉണ്ടാവുന്നത്. 3 വർഷം എടുത്തു കേട്ടോ ഈ ഒരു ഹ്യൂജ് ഹെമിസ്ഫിയറിന്റെ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഫുള്ളി ബ്രിക്സ് കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ആശ്രമത്തിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ 2 മാൻമെയ്ഡ് പോൺസ് ആണ്. ഒന്ന് ചന്ദ്രകുണ്ടും വേറെ ഒന്ന് സൂര്യകുണ്ടുമാണ്. ഇപ്പൊ ചന്ദ്രകുണ്ട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കുളിക്കാൻ പറ്റുന്ന സ്ഥലവും സൂര്യകുണ്ട് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് കുളിക്കാൻ പറ്റുന്ന സ്ഥലവുമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഹോളിഡേസ് ഒക്കെ എൻജോയ് ചെയ്യാൻ, ഒരു കാം ആൻഡ് റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇഷ ഫൗണ്ടേഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്മുടെ സ്ട്രെസ്ഡ് ആണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് റിലാക്സ് ആയി പോകുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കത് വേറെ തന്നെ ഒരു പവർ കിട്ടിയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഈ ഒരു ഇഷ ഫൗണ്ടേഷൻ നമ്പറും മെയിൽ ഐ ഡിയും ഒക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇവിടെ മാസ്ക് കഴിക്കുക എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. കോണാ മങ്കി ആടുന്ന നോക്ക്, മങ്കി ആടുന്ന നോക്ക്. അമ്പോ മുട്ട കടിക്കുന്നതിനെ പറയുന്നത്.
അപ്പൊ നമ്മള് ഇഷ ഫൗണ്ടേഷനിലെല്ലാം പോയി തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. അപ്പൊ ഇന്നത്തെ എന്റെ ഈ ഡ്രസ്സ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു. മീഷോ ഹോൾ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കാം, വേണ്ടുന്നവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ.